യെസ് നമിത, താങ്കൾ ആദ്യമായി അവാർഡ് വാങ്ങാൻ കയറിയ സമയം ഒരിക്കലും താങ്കൾക്ക് മറക്കാൻ സാധിക്കില്ല എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അവാർഡ് കിട്ടിയത് അത് പുതിയ തീരങ്ങൾ കഴിഞ്ഞിട്ട് ബെസ്റ്റ് ന്യൂ കമറിനുള്ള അവാർഡാണ്. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനത്. അപ്പോ അമൃതയിൽ എന്തുമായിരുന്നു, അപ്പോ ശ്യാം പ്രസാദ് സാർ ആയിരുന്നു എനിക്ക് അവാർഡ് തന്നത്. അപ്പൊ എല്ലാ യങ്സ്റ്റേഴ്സ് എല്ലാവരും, നിമിൻ ചേട്ടനൊക്കെ വന്ന സമയമായിരുന്നു, വിനീതേട്ടൻ എല്ലാവരും ഉണ്ട് അവിടെ, മമ്മൂക്കയോ ലാലേട്ടനോ ആരോ ഉണ്ട് അവിടെ. അപ്പൊ ഞാനിങ്ങനെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ ആണി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിൽ കയറി പോയി. ഞാൻ മറിഞ്ഞടിച്ച് വീണു. ഫസ്റ്റ് സ്റ്റെപ്പില് അവാർഡ് മേടിക്കാൻ ഇങ്ങനെ വീണു. അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അതെന്തോ ആ ആണിയില് സാരി കൊണ്ടതാ, കൊളുത്തിക്കൊണ്ട് ആ നെറ്റ് സാരി ആയിരുന്നു. അങ്ങനെ വലിയ സാഷ്ടാംഗം പ്രണമിച്ചതാണോ? അങ്ങനെ എന്നിട്ട് എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഭയങ്കര എംബാരസ്ഡ് ആയിന്ന്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ പോയി, ശ്യാം സാർ എനിക്ക് അവാർഡൊക്കെ തന്നു. ഞാൻ തിരിച്ചു വന്നു. ഇവരെല്ലാരും അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, നീ വീണല്ലേ, അങ്ങനത്തെ രീതിയിലായിരുന്നു ഇവര് കളിയായിക്കൊണ്ടിരുന്നത്. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ ഞാൻ അടുത്ത ദിവസം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, നമിത പ്രമോദ് ഫോളിംഗ് ഉണ്ടോ. ആരെങ്കിലും ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ പിക്ചേഴ്സ് ഉണ്ട്, പക്ഷെ അന്ന് ഈ യൂട്യൂബ് ചാനൽ പോപ്പുലർ അല്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അനിക, LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു വീഡിയോ കാണാൻ സാധിക്കും. അയ്യോ, പേടിച്ചിരിക്കാണല്ലോ. എനിക്ക് ജനറൽ അഡ്വഞ്ചർ സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ത്രില്ലായിരുന്നു ഞാൻ പോയത് ഇതിന്. എവിടെ നടന്നത്? ഇത് മണാലിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ കിങ് ഓഫ് കൊത്തേന്റെ ഒരു അവസാനത്തെ ഒരു ബ്ലോക്ക് എടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും മണാലിയിൽ പോയി. അപ്പൊ ഐഷ ചേച്ചിയും DQവും ഞാനും എവറിബഡി ഞങ്ങളിങ്ങനെ പാരഗ്ലൈഡിങ് ലാസ്റ്റ് മൊമെന്റ് പ്ലാൻ ആയിരുന്നു. ഓൾമോസ്റ്റ് സൺസെറ്റ് കഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല. അപ്പോ പെട്ടെന്ന് ധൃതി പിടിച്ച് ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ ഓടി ഞങ്ങള് ഒരു ലോറീന്റെ മുകളിൽ കയറിയിട്ട് ഒരു 1 hour ഇങ്ങനെ മുകളിലേക്ക് പോകണം ടോപ്പിലെത്താനായിട്ട്. അവിടുന്ന് പിന്നെ നേരെ ചാടുക. ഒരു അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനി കുട്ടേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാണ്ടോ? അനികയോടാണോ എന്ന് സംശയമുണ്ട്. കുട്ടേട്ടാ ചോദിച്ചോളൂ, ഇനി ഒന്നും ബാക്കി വെക്കണ്ട. അനികയോട് മാത്രമല്ല നമിതയോടും കൂടിയാണ്. നമിത, താങ്കൾക്ക് മൂർഖം പാമ്പിനെ ഒരേ ഇഷ്ടമാണെന്നും മൂർഖം പാമ്പിന്റെ കഴുത്തിൽ പിടിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഉണ്ടോ? മൂർഖം പാമ്പിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല, എനിക്ക് പേടിയില്ല. എനിക്ക് 8 പേടിയാ, ഭയങ്കര പേടിയാ, ഒരു ഫോബിയ പോലെയാ. പക്ഷെ പാമ്പിന് എനിക്ക് വലിയ പേടിയില്ല. ഞാൻ ഈ സീരിയല് ചെയ്യുന്ന സമയത്ത് ഈ ദേവിയുടെ ക്യാരക്ടർ ആണല്ലോ, അപ്പോ ഇങ്ങനെ പാമ്പ് വരുന്നു, ഒരു കുട്ടീനെ കുത്താൻ പോകുന്നു, ആ പാമ്പിനെ ഞാൻ എടുക്കുന്നു, കൈ കൊണ്ട് പിടിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞു തന്നെ. അപ്പൊ എനിക്ക് ചെയ്തിട്ട് എന്തോ കൊണ്ടുവന്നേ. പക്ഷെ നമുക്ക് പാമ്പാണല്ലോ, ഏതും പാമ്പാവും. അപ്പൊ ആ സീക്വൻസിന് വേണ്ടിട്ട് അപ്പൊ ഡയറക്ടർ പറഞ്ഞു, ഇതിനെ പിടിക്കണം മോള്, പിടിച്ചിങ്ങനെ എടുത്താ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ അന്നോട്ടേ അച്ഛനാ കൂടെ വരുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാനിങ്ങനെ പിടിച്ചെടുത്ത് ഇങ്ങനെയാ നിന്നെ. ദേവി ഇങ്ങനെയൊക്കെ നിക്കുന്ന, കോൺഫിഡന്റ് ആയിട്ട് നിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെയാ നിക്കുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും ആ പാമ്പിന്റെ ഒരു ബ്രീത്ത് ആണോന്ന് എനിക്ക്, അത് ഭയങ്കര സ്ലൈമി അല്ലേ, അപ്പൊ ബ്രീത്ത് ആണോന്ന് അറിയില്ല, അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഞാനത് കഴിഞ്ഞതും ഇന്നാ ചേട്ടാ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിപ്പോഴും ഞാൻ മറക്കില്ല, കാരണം അങ്ങനെ ഞാൻ ഇതുവരെ തൊട്ടിട്ടൊന്നും ഇല്ലാത്ത. അനികയും പാമ്പുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ഒരു മുൻജന്മ സൗഹൃദം പോലെ. ഇല്ല, എനിക്ക് പാമ്പോട്ട് അഭിനയിച്ചില്ല. ഈ സ്കൂളിൽ ഇങ്ങനെ എന്തോ അവയർനെസിന്റെ ഭാഗമായിട്ട് ഒരു പാമ്പിനെ കൊണ്ടുവന്നിരുന്നു ഒരാൾക്ക് പറയാനായിട്ട്. അപ്പൊ ആ ചേട്ടൻ പാമ്പിനെ എല്ലാവർക്കും എടുത്ത് കൊടുത്തു, ലൈക്ക് പിടിക്കാനും തൊടാനായിട്ട്. അപ്പൊ ഇങ്ങനെ എന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടുന്നത്, ഇങ്ങനെ ക്രോൾ ചെയ്യണത് ഇങ്ങനെ ചെയ്യാനായിട്ട്. അത് ഭയങ്കര ഇഷ്ടം, എനിക്ക് പാമ്പിന് ഇഷ്ടം.